ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീരിയൽ അറ്റ് മലയാളം. അപ്പോൾ ബബിത അലീനയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമായിരുന്നു അവർ. അപ്പോൾ എന്തിനാണ് എനിക്ക് ഇത്രയും ഡ്രസ്സെല്ലാം എടുത്തു തന്നത്, ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, എനിക്ക് അലീന ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് എടുത്തു തന്നതാണ്. ഇനി ആരുടെ അടുത്തും പോയി എൻ്റെ ഡ്രസ്സ് ബബിത എന്ന് പറഞ്ഞ അഹങ്കാരി കീറിച്ചു എന്ന് പറയരുത്. ഞാൻ എല്ലാം എടുത്തു തന്നിട്ടുണ്ട്, അതിനുള്ള പകരം എല്ലാ ഡ്രസ്സും ഞാൻ എടുത്തു തന്നിട്ടുണ്ട്, ഒക്കെ ഇടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ബബിതേച്ചിക്ക് കാണിച്ചു കൊടുക്കണമെന്ന് അലീനയോട് പറയുന്നുണ്ട്. രോഹിയുടെ കയ്യിൽ ഒരു പോസ്റ്റ്മാൻ വന്ന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. രോഹിയുടെ കോളേജിൽ നിന്നാണ് ലെറ്റർ വരുന്നത്. അവിടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അലീനയും കൂട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കണം, ഉറപ്പായിട്ടും വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് വരുന്നത്, അച്ഛനല്ലേ ഗാർഡിയൻ, അപ്പോൾ അച്ഛനല്ലേ വരേണ്ടത്, എന്നെ എന്തിനാണ് വരാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അലീന ചേച്ചിയല്ലേ രോഹിയേട്ടൻ്റെ അഡ്മിഷൻ്റെ കാര്യം റെഡിയാക്കാൻ വേണ്ടി പോയത്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അലീന ചേച്ചിയോട് വരാൻ പറഞ്ഞത്. ചിലപ്പോൾ പോയിട്ട് അലീന ചേച്ചി എല്ലാവരുടെയും മുന്നിൽ നിന്ന് വെച്ച് അപമാനിച്ച് പറഞ്ഞു വിടാനായിരിക്കും. എന്നിട്ട് രോഹിയേട്ടന് ഡിസ്മിസ് ലെറ്റർ തന്നു വിടാനായിരിക്കുമോ എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട് മൂന്നാളും കൂടെ. അത് കഴിഞ്ഞതും അലീനയുടെ റൂമിലേക്ക് വൈജയന്തി കയറി വരികയാണ്. നാളെ തന്നെ ഇവിടുന്ന് പോകണം, എത്രയും വേഗം നീ ഇവിടുന്ന് പോകണം, ഇവിടെ നീ ഇരിക്കുന്നത് ശരിയല്ല, നീ പോയില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പറയുന്നുണ്ട്. കുറച്ചുകൂടി സാവകാശം എനിക്ക് തന്നോളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ രോഹിയുടെ കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട്, അതുകൂടെ ചെയ്തിട്ട് ഞാൻ പൊക്കോളാം എന്ന് അലീന പറയുമ്പോഴും വൈജയന്തി സമ്മതിക്കുന്നില്ല. ഉടനെ തന്നെ നീ പോകണം, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് എന്ന് പറയുന്നുണ്ട്. രേവതി വീട്ടിന് പുറത്ത് നിൽക്കുമ്പോൾ ഡോഗിന് ഫുഡ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നത് കാണുകയാണ്. അതായത് ടോണിയുടെ കാറാണ് വരുന്നത്. ടോണിയുടെ കാറ് കണ്ടതും രേവതിക്കുട്ടി വീടിനുള്ളിലേക്ക് കയറിപ്പോയി വാതിലടയ്ക്കുന്നു. വാതിലടച്ചതും മാമച്ചനോടും ത്രേസി ആൻറ്റിയോടും പോയി പറയുന്നുണ്ട്, ടോണി ചായം വന്നിട്ടുണ്ട്, കാണണോ എന്ന്. അപ്പോൾ വേണ്ട, കാണണ്ട, ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് കാണണ്ട, അവനെ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നത്, വേണ്ട, അങ്ങനെ ചെയ്യണ്ട, കാരണം നമുക്ക് എന്തെങ്കിലും ടോണിച്ചായനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലും അപ്പോൾ പിണക്കി വിടുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് മാമച്ചായം വിട്ടാക്കുകയാണ് രേവതിക്കുട്ടിയെ. അങ്ങനെ രേവതിക്കുട്ടി പോയിട്ട് ടോണിയെ കാണുന്നുണ്ട്. കണ്ടിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇന്നലത്തെ പോലെ സംഭവം ഉണ്ടാകാനാണോ, ഞാൻ മാമച്ചനങ്ങളെയും ട്രേസി ആൻറ്റിയും കാണാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോണി പറയുന്നുണ്ട്, ഇന്നലെ സംഭവിച്ചതെല്ലാം തെറ്റായിരുന്നു, ഞാൻ മദ്യപിച്ചിട്ടാണ് അങ്ങനെയെല്ലാം ചെയ്തത്, അതുകൊണ്ട് എനിക്ക് മാപ്പ് ചോദിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ടോണി ചെന്ന് മാമച്ചനോടും ട്രേസി ആൻറ്റിയോടും പോയിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ഇന്നലെ ചെയ്തതെല്ലാം തെറ്റാണ്, മദ്യപിച്ചതിന് പുറത്താണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലായി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ നീ ഇത്രയും ഞങ്ങളെ പറഞ്ഞിട്ടും ഞങ്ങളൊന്നും തിരിച്ച് പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് സംസാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.